കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ച വീഡിയോകളുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയിട്ടുള്ള ഒരു ചെറിയ റിവിഷനും ഡ്രില്ലുമാണ് ഈ വീഡിയോയിൽ. ഞാൻ പറയാൻ പോകുന്ന ഇൻകംപ്ലീറ്റ് ആയിരിക്കുന്ന വാക്യത്തെ ശരിയായ ക്വസ്റ്റ്യൻ വേർഡ് ശരിയായ സ്ഥലത്ത് ചേർത്ത് ചോദ്യവാചകമാക്കി മാറ്റുവാൻ കഴിയും. അതിന് നമുക്ക് ശ്രമിക്കാം. ഹിന്ദിയിലെ ചില ക്വസ്റ്റ്യൻ വേർഡ്സുകളാണ് കഹാ, കബ്, ക്യോ, ക്യാ, കൈസെ തുടങ്ങിയവ. എന്തിന്, എവിടെ, എപ്പോൾ, എങ്ങനെ, എന്ത് തുടങ്ങിയ വാക്കുകളാണ് ഈ വാക്കുകൾക്ക്, മുൻപ് പറഞ്ഞ ഹിന്ദി വാക്കുകൾക്ക് തുല്യമായി ഉപയോഗിച്ചു വരുന്നത്. അതേക്കുറിച്ചുള്ള മുൻപുള്ള വീഡിയോയിൽ അനുസരിച്ച് ഒരു ഡ്രിൽ ഇപ്പോൾ നടത്തുവാനായിട്ട് പോവുകയാണ്. മുൻപ് നാം കണ്ട ക്വസ്റ്റ്യൻ വേർഡ്സിനെ കുറിച്ചുള്ള വീഡിയോകൾക്കനുസരിച്ച് വീഡിയോകളുടെ അടിസ്ഥാനത്തിൽ ഒരു ഡ്രില്ല്, ചെറിയൊരു ഡ്രില്ല് നടത്തുവാനായിട്ട് പോവുകയാണ്. കഹ എവിടെ, ക്യോ എന്തുകൊണ്ട്, കൈസ് എങ്ങനെ, ക്യാ എന്ത്, കബ് എപ്പോൾ. ആദ്യമായി ഈ വാക്കുകളുടെ മുഖവുര ഒന്ന് പറയട്ടെ. കഹ എവിടെ, ഇത് സ്ഥലത്തോടുള്ള ബന്ധത്തിലാണ് ഉപയോഗിക്കുന്നത്. ക്യോ ഇതിൻ്റെ അർത്ഥം എന്തുകൊണ്ട്, എന്തെങ്കിലും ഒരു കാരണം ചോദിച്ചറിയാൻ വേണ്ടി നാം ഉപയോഗിക്കുന്നു. അടുത്തതായിട്ട് കൈസെ, ഒരാളുടെ ശാരീരികമായ മാനസികമായ അവസ്ഥ ചോദിച്ചറിയാൻ കൈസെ ഉപയോഗിക്കുന്നു. അതുപോലെ ഒരാൾ അല്ലെങ്കിൽ മറ്റു പലര് എന്താണ് ചെയ്യുന്നത് എന്നറിയുവാൻ വേണ്ടി നാം കൈസെ ചേർത്ത് ചോദിക്കുന്നു. ക്യോ എന്തുകൊണ്ട്, കൈസെ എങ്ങനെ, കഹ എവിടെ. ചെയ്ത ഒരു കാര്യത്തിൻ്റെ സമയം അല്ലെങ്കിൽ നടക്കുന്ന ഒരു പ്രവൃത്തിയുടെ സമയം അറിയാൻ വേണ്ടി നാം കബ് ചേർത്ത് ചോദിക്കുന്നു. കബ് എപ്പോൾ. അടുത്തതായി ക്യായാണ് എന്ത്, പേര് ചോദിക്കാൻ അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു എന്നൊക്കെ ചോദിച്ചറിയാൻ വേണ്ടി നാം ഉപയോഗിക്കുന്നു. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ വേർഡ്സ് ക്യാ, കഹ, കൈസെ, കബ്, ക്യോ ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ നമുക്ക് ശ്രമിക്കാം. ചില ഉദാഹരണങ്ങൾ കൊണ്ടുവരികയാണ്. ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള സെൻറ്റൻസുകളാണ്. അത് ഈ ക്വസ്റ്റ്യൻ വേർഡിൽ ഉചിതമായത് സ്ഥാനത്ത് ആക്കി ചോദ്യവാക്യം പൂർണ്ണമാക്കിയാണ് വേണ്ടത്. അതിനായി നമുക്ക് നോക്കാം. അപ്പോൾ ശരിയായ ക്വസ്റ്റ്യൻ വേർഡ് ചേർത്ത് നമുക്ക് ഇവയെ പൂർണ്ണ ക്വസ്റ്റ്യൻ സെൻറ്റൻസ് ആക്കി മാറ്റാം. തുമാരെ ഭായി കാ തബിയത്ത് ഖരാബ് ഥാ, അഭി ഡാഷ് ഹെ. ഡാഷ് അവിടെ ഏത് ക്വസ്റ്റ്യൻ വേർഡാണ് ഉചിതമായി വരുന്നത്? സുഖമില്ലാതിരിക്കുന്നതിനാണ് തബിയത്ത് ഖരാബ് എന്ന് പറയുന്നത്, വയ്യാതിരിക്കുന്നതിന്. അപ്പോൾ ഇവിടെ ക്യാ, കൈസ, കഹ, കബ് ഇതിൽ ഏതായിരിക്കും വരുന്നത്? അടുത്തത് ആജ്കൽ മേ കുച്ച് നഹി കർത്താ ഹും ഔർ തും ഡാഷ് കർത്തേ ഹെ. ഏത് വരും? ആജ്കൽ ഈ ദിവസങ്ങളിൽ, ആജ്കൽ ഉണ്ട്, അതുപോലെ ഇൻ ദിനോമേ എന്നുമുണ്ട്. ദേഖോ മേ സാത്ത് മേ പാനി നഹി ലായ, ക്യാ തുമേ പത്താ ഹെ പാനി ഡാഷ് മിലേഗ. ഹം 8 ബജെ സോത്താ ഹെ ഔർ തും ലോഗ് ഡാഷ് സോത്താ ഹെ. ഇപ്പോൾ 4-5 വാക്യങ്ങളായി ഇത് കംപ്ലീറ്റ് ചെയ്യാൻ ശരിയായ ക്വസ്റ്റ്യൻ വേർഡ് ശരിയായ സ്ഥലത്ത് നമുക്ക് ഉപയോഗിക്കാം. ഉത്തരം ആദ്യത്തേത് കൈസയാണ്. ശാരീരിക മാനസികമായ അവസ്ഥയെക്കുറിച്ച് ചോദിച്ചറിയാൻ നാം ഉപയോഗിക്കുന്നു. തുമാരെ ഭായി കാ തബിയത്ത് ഖരാബ് ഥാ, അഭി കൈസെ ഹെ. രണ്ടാമത്തേതിൽ ക്യായാണ്, എന്ത്. ആജ്കൽ മേ കുച്ച് നഹി കർത്താ ഹെ ഔർ തും ക്യാ കർത്തേ ഹെ. അടുത്തത് ക്യോ എന്തുകൊണ്ട്. ഹർ ദിൻ സുബഹ് തുമാരാ ബച്ച ക്യോ റോത്തെ ഹെ. ക്യോ എന്തുകൊണ്ട്. അടുത്തത് കഹ, ദേഖോ മേരെ പാസ് പാനി നഹീ ഹെ, ക്യാ തുമേ പത്താ ഹെ പാനി കഹാ മിലേഗ.
ഒടുവിൽ വരുന്നത് കബ് ആണ്, എപ്പോൾ. ഹം ലോഗ് 8 ബജെ സോ ജാത്താ ഹൈ ഔർ തും ലോഗ് കിത്തനെ ബജെ. കബ്, കിത്തനെ ബജെക്ക് ഈക്വലായിട്ട് കബ് ആണ്, കബ് സോത്തെ ഹെ. ഇങ്ങനെ ഹിന്ദിയിലെ ഈ ചോദ്യവാക്കുകൾ സമയത്തെക്കുറിച്ച്, സ്ഥലത്തെക്കുറിച്ച്, വിഷയത്തെക്കുറിച്ച്, അവസ്ഥയെക്കുറിച്ച് ഒക്കെ മനസ്സിലാക്കുവാൻ വേണ്ടി നമുക്ക് ചോദ്യരൂപത്തിൽ ചോദിക്കാവുന്നതാണ്.